നമസ്കാരം. ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ മനുഷ്യ വിഭവശേഷി ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ ഭരണകൂടം, നമ്മുടെ ഭരണ ശൈലികൾ ആ മികച്ചു നിൽക്കുന്ന രാജ്യത്തെ ഉൽപാദനക്ഷമമായ മനുഷ്യരെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഉൽപാദന പ്രക്രിയ രാജ്യത്ത് നിന്ന് ക്രമേണ മാറിപ്പോവുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ, വികസിത രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ആത്യന്തികമായ പ്രശ്നം നമ്മുടെ സാമ്പത്തിക നിലയാണ് ബാധിക്കുക. അത് ചൈനയിൽ പോലെ, ചൈന ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന വഴി അതാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്നു, അവർ വിൽക്കുന്നു, അവർ തന്നെ സാമ്പത്തിക കേന്ദ്രമായി മാറുന്നു. അങ്ങനെയാണ് ചൈന മുന്നോട്ട് വന്നത്. ഇങ്ങനെ പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ? ഇങ്ങനെ പറയാൻ പാടില്ലത്രേ. നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ഉൽപ്പാദനം കൂട്ടണം എന്നൊന്നും പറയുന്നത് രാജ്യദ്രോഹമാണെന്നാണ് BJPക്കാർ പറയുന്നത്. രാഹുൽ ഗാന്ധി അമേരിക്കയിലെ സന്ദർശനത്തിനിടെ ടെക്സാസിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളുമായി സംവദിക്കുമ്പോൾ, വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിൽ ഇങ്ങനൊരു ആശയം പറഞ്ഞു. അതോടെ BJP പടയൊന്നാകെ പുറത്തേക്കിറങ്ങി. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇത്തവണ ഇറങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ആ പ്രസംഗത്തിൽ കാര്യമായി രാഷ്ട്രീയമായ പ്രയോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയുടെ ആന്തരിക പ്രശ്നങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി പിന്നീടുള്ള പ്രസംഗത്തിലാണ് കടന്നത്. ആ പ്രസംഗം വലിയ വിവാദമായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഭയങ്കര ചൈന സ്നേഹിയാണ്, രാജ്യം മുഴുവൻ ഒറ്റുകൊടുക്കുന്ന ഒരാളായി മാറുകയാണെന്നാണ് BJPക്കാർ പറയുന്നത്. ആകെ ചർച്ചയാണ്. ഈ കാര്യം വിശദീകരിക്കുന്ന വീഡിയോ ആണിത്. ഒന്നാമതായി എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ള കാര്യം, രണ്ടാമതായി എന്താണ് BJPക്കാർ കേട്ടത് എന്നുള്ള കാര്യം, മൂന്നാമത് എന്താണ് കേൾക്കേണ്ടത്, ഇന്ത്യയുടെ അവസ്ഥ എന്താണ് എന്നുള്ള 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് നമുക്ക് കാര്യമായി ആ ഭാഗം മാത്രം, വലിയ നീണ്ട സംഭാഷണമാണ്. അതിൽ ഈ ചൈനയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പരാമർശിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 2 തരത്തിലാണ് ചൈനയെ അദ്ദേഹം പറഞ്ഞത്. ഒന്നീ പറഞ്ഞ പോലെ സാമ്പത്തിക കേന്ദ്രം എന്നുള്ള നിലയിൽ, രണ്ടാമത് ചൈന ഇന്ത്യ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്, അതിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണ നേതൃത്വത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണ് BJP പ്രകോപിപ്പിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പിടിപ്പ് കേട് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് അവർ മിണ്ടാത്തതാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ലഡാക്കിൽ ഡൽഹിയുടെ വലിപ്പത്തിൽ ചൈനീസ് സൈന്യം ഭൂമി കയ്യേറിയിട്ടുണ്ട്. ഇതൊരു ദുരന്തമായാണ് ഞാൻ കാണുന്നത്. മാധ്യമങ്ങൾക്ക് ഇതേക്കുറിച്ച് എഴുതാൻ താല്പര്യമില്ല. അതിർത്തി രാജ്യം തങ്ങളുടെ 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി കൈയടക്കിയാൽ അമേരിക്ക എങ്ങനെ പ്രതികരിക്കും? ഈ സാഹചര്യം നന്നായി കൈകാര്യം ചെയ്തു എന്ന് അവകാശപ്പെട്ട് ഒഴിഞ്ഞു മാറാൻ ഏതെങ്കിലും പ്രസിഡന്റുമാർ തയ്യാറാകുമോ? ഇല്ല, തയ്യാറാകില്ല. പക്ഷേ ഇന്ത്യയിൽ എന്താ അവസ്ഥ? ചൈന വിഷയം മോദി നന്നായി കൈകാര്യം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചൈനീസ് സൈന്യം തങ്ങളുടെ മേഖലയിൽ തുടരുന്നതിന് ഒരു കാരണവും ഞങ്ങൾ കാണുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇതേ സാഹചര്യത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2020 ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക വിഭാഗങ്ങൾ ഗാൽവാനിൽ ഏറ്റുമുട്ടിയിരുന്നു. മെയ്യിൽ കിഴക്കൻ ലഡാക്കിലെ LACയിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ചൈനയുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായതോടെയാണ് ഇരു വിഭാഗങ്ങളും കൂടുതൽ സേനയെ മേഖലയിൽ വിന്യസിച്ചത്. 2020 മെയ്ക്ക് ശേഷം ഏകദേശം 50,000 ഇന്ത്യൻ സൈനികരാണ് LACയിലും ഫോർവേഡ് പോസ്റ്റുകളുമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ചൈന ചെയ്യുന്നത് പോലെ ജനാധിപത്യപരമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചൈന മുന്നോട്ട് വച്ചിരിക്കുന്ന ഉൽപ്പാദന കാഴ്ചപ്പാട് ജനാധിപത്യപരമല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് പരിഹാരം കാണാൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഇവിടെയാണ് ഒരുപാട് ഉത്തരങ്ങളുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള വാതിൽ. തൊഴിലില്ലായ്മ, ഉൽപ്പാദന പ്രക്രിയ, സാമ്പത്തിക പ്രതിസന്ധി, ഈ 3 കാര്യങ്ങളെ അക്കമിട്ട് കൃത്യമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അതിങ്ങനെയാണ്: ഇന്ത്യയും US-ഉം മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളും തൊഴിലില്ലായ്മയുടെ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതേസമയം ചൈന ആഗോള ഉൽപ്പാദനത്തിൽ ആധിപത്യം പുലർത്തുന്നത് പോലെയല്ല ഇന്ത്യയിലെ ഉൽപ്പാദനത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിൻ്റെ ആവശ്യകത അടിവരയിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പാശ്ചാത്യർക്ക് ഒരു തൊഴിൽ പ്രശ്നമുണ്ട്, ഇന്ത്യക്ക് ഒരു തൊഴിൽ പ്രശ്നമുണ്ട്. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും തൊഴിൽ പ്രശ്നമില്ല. ചൈനയ്ക്ക് തീർച്ചയായും തൊഴിൽ പ്രശ്നമില്ല. വിയറ്റ്നാമിന് തൊഴിൽ പ്രശ്നമില്ല. 1940കളിലും 50കളിലും 60കളിലുമൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കിയാൽ അവർ ആഗോള ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായിരുന്നു. നിർമ്മിച്ചത് എന്തും, അത് കാറുകളോ വാഷിംഗ് മെഷീനോ TV-കളോ എന്തും യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിർമ്മിച്ചതാണ്. They were the center of global production. Anything that was made, cars, washing machines, TVs, all made in the United States. Production moved from the United States. It went to Korea, it went to Japan, eventually it went to China. എന്നാൽ പതിയെ ആഗോള ഉൽപ്പാദനത്തിൻ്റെ കുത്തക അമേരിക്കയിൽ നിന്ന് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. കൊറിയയിലേക്കും അവിടെ നിന്ന് ജപ്പാനിലേക്കും ഒക്കെ പോയി. ഇപ്പോഴത് ഏറ്റവും ഒടുവിൽ ചൈനയിലേക്ക് പോയി. ഇപ്പോൾ
ലോകത്തിലെ പ്രധാനപ്പെട്ട ഉൽപ്പാദന പ്രക്രിയയുടെ ആസ്ഥാനം ചൈനയാണ് വഹിക്കുന്നത്. And if you look today, China is dominating global production. You go to India, you look at the phones, you look at the furniture, you look at clothes, you'll see on the back, made in China. It's a fact. ആഗോള ഉൽപ്പാദനത്തിൽ ഇന്ന് ആധിപത്യം വഹിക്കുന്ന രാജ്യമായി ചൈന മാറി. ഉൽപ്പാദനം എന്ന ആശയത്തിൽ നിന്ന് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയും ഉൾപ്പെടെ വ്യതിചലിച്ചു. ഈ മേഖലയിൽ ചൈന ആധിപത്യം സ്ഥാപിച്ചു. നിങ്ങൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ആഗോള ഉൽപ്പാദനത്തിൽ ചൈന ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് കണക്കുകൾ വെച്ച് നമുക്ക് കാണാൻ കഴിയുക. പാശ്ചാത്യ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിലോ ഒക്കെ തൊഴിൽ പ്രതിസന്ധിക്ക് ഈ ഉൽപ്പാദന പ്രക്രിയയിൽ നിന്നുള്ള പിന്മാറ്റം ഒരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ കഴിയും. പടിഞ്ഞാറും അമേരിക്കയും യൂറോപ്പും ഇന്ത്യയും ഉൽപ്പാദനം എന്ന ആശയം തന്നെ ഉപേക്ഷിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് ഇത് കാണേണ്ടത്. ഉൽപ്പാദന പ്രവർത്തനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അമേരിക്കക്കാർ ചെയ്യുന്നത്, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത് ഉപഭോഗം സംഘടിപ്പിക്കുക എന്നതാണ്. ഉൽപ്പാദനം സംഘടിപ്പിക്കൽ എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതായത് ഉൽപ്പാദന പ്രക്രിയ ഇവിടെ ബിസിനസ് ഇവിടത്തേക്ക് വരണം, ഉൽപ്പാദനം നമ്മൾ നടത്തണം, അങ്ങനെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനമാണ്. ഉൽപ്പാദന വളർച്ച എന്നാൽ രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിനുള്ള പ്രധാനപ്പെട്ട ആണിക്കല്ലാണ്. ഏതെങ്കിലും ഒരു കമ്പനി എന്ന നിലയിലല്ല, തൊഴിൽ പ്രശ്നത്തെ, സാമ്പത്തിക പ്രശ്നത്തെ സമഗ്രമായ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും എന്നതുകൊണ്ടാണ് ഈ നിലയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത്. ഉൽപ്പാദന വളർച്ച അങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നാം ആ വഴിയിലേക്ക് ഇറങ്ങുന്നതുവരെ ഉയർന്ന തോതിലുള്ള തൊഴിലില്ലായ്മ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കും. തുറന്നു പറഞ്ഞാൽ ഇത് സുസ്ഥിരമല്ല. അതിനാൽ ഉൽപ്പാദനത്തെക്കുറിച്ച് മറക്കുന്ന ഈ പാതയിലൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ വലിയ പ്രശ്നത്തിൽ അകപ്പെടും. ഇന്ത്യയിലും അമേരിക്കയിലും യൂറോപ്പിലും വരാനിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ധ്രുവീകരണത്തിന് പോലും കാരണമാകുന്നതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് ഉൽപ്പാദന പ്രക്രിയയിൽ നിന്ന് നമ്മൾ പിന്മാറി എന്നുള്ളതാണ്. ഓരോ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള അടിസ്ഥാന കാരണം തന്നെ ഈ വ്യതിചലനമാണ്. ഉൽപ്പാദന പ്രവർത്തനം എന്ന ആശയത്തെ ഉപേക്ഷിച്ചതിലൂടെ സംഭവിക്കുന്നതാണ്. So we have to reimagine how to produce in a democratic environment. Until we do that, we will face high levels of unemployment. And frankly, it's not sustainable. So you're going to see that if we carry on down this path of forgetting about manufacturing, you're going to see massive social problems coming in India. ഇന്ത്യക്ക് വൈദഗ്ധ്യത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യക്ക് വൈദഗ്ധ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് തോന്നുന്നു വൈദഗ്ധ്യമുള്ളവരോട് ഇന്ത്യക്ക് ബഹുമാനമില്ല, ഇന്ത്യൻ നേതൃത്വത്തിന് ബഹുമാനമില്ല. Many people say that India has a skills problem. I don't think India has a skills problem. I think India has a skill respect problem. So India doesn't respect people who have skills. അവരെ കണ്ടെത്തണം, അവരെ കണ്ടെത്തുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഉൽപ്പാദനത്തിനുള്ള സാഹചര്യത്തെ ഉപയോഗിക്കുന്നില്ല, നൈപുണ്യം ഉപയോഗിക്കുന്നില്ല. എന്നാൽ കഴിവുള്ളവർ ഉണ്ട് താനും. Cell phones are not being manufactured in India. Cell phones are being assembled in India. It's a different thing. Meaning components are coming from China and those components are being assembled in India. Right? The reason China can develop those components is because they have a huge infrastructure that has manufactured many different things, many different types of things before. So you cannot get away from that basic stuff. And I think you have to have a vision for production. For example, our GST is designed against production. തൊഴിൽ പരിശീലനത്തിലൂടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ബിസിനസ് സമ്പ്രദായവുമായി ബന്ധിപ്പിക്കണം. അത് രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ തന്നെ സ്വാധീനിക്കുന്ന നടപടിയായി മാറും. നൈപുണ്യവും വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത പരിശീലനത്തിലൂടെ ബന്ധിപ്പിക്കുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. നിലവിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വലിയ പ്രശ്നം പ്രത്യയശാസ്ത്രപരമായ പിടിമുറുക്കലാണ് എന്ന് ഞാൻ കരുതുന്നു. And the education system in no way connects deeply with the skill structure of India. So I think bridging that gap, linking those two systems of skill and the education system, vocational training, I think is fundamental. I think currently huge problem in the education system is the ideological capture. അവിടെ പ്രത്യയശാസ്ത്രം പരിപോഷിപ്പിക്കുന്നു. പക്ഷേ ഉൽപ്പാദനത്തിനായി സ്വയം യോജിച്ചു തുടങ്ങുകയും കഴിവുകളെ മാനിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഇന്ത്യക്ക് ചൈനയെ നേരിടാൻ കഴിയും എന്ന് എനിക്കുറപ്പുണ്ട്.
എനിക്ക് പൂർണ്ണമായും ബോധ്യമുള്ള കാര്യമാണത്. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിനകം കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്തിട്ടില്ല എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. തമിഴ്നാടിന് ശേഷമുള്ള ഉദാഹരണങ്ങളും ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉദാഹരിച്ച് പറയുന്നുണ്ട്. പൂനെ അത് കാണിച്ചു, മഹാരാഷ്ട്ര കാണിച്ചു. States like Tamil Nadu have already shown it. That is not that it's not that Indian states have not done it. Pune has shown it, Maharashtra has shown it, Tamil Nadu has shown it, Karnataka to an extent has shown it, right? So it is being done, but it's not being done at the scale and with the coordination that it needs to be done. I'll give you an example. ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് അത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഏകോപിപ്പിക്കപ്പെട്ട നിലയിൽ ആ പ്രവർത്തനത്തെ രാജ്യത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഭരണകൂടം ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി ഈ പറഞ്ഞത് മറമ്മത്ത് തന്നെ കൊണ്ടു. BJP നേതാക്കൾ ഒന്നൊന്നായി ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. നരേന്ദ്രമോദിയുടെ കാലത്ത് ഇവിടെ സ്വർഗ്ഗമാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ തൊഴിലില്ലായ്മയൊക്കെ കംപ്ലീറ്റ് മാറ്റി മറിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് പോയി ചൈനയെ പുകഴ്ത്തുകയാണ് എന്നുള്ളതാണ്, ഇന്ത്യയുടെ എതിരാളി രാജ്യമായ ചൈനയെ പുകഴ്ത്തുകയാണ് എന്നുള്ളതാണ് BJP ഉയർത്തുന്ന ആരോപണം. കോൺഗ്രസ് ഭരണകാലത്ത് സൃഷ്ടിക്കാൻ കഴിയാത്ത തൊഴിലവസരങ്ങളുടെ ഒരു നിര കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നാണ് BJPയുടെ നേതാവ് പ്രവീൺ ഖണ്ഡേൽവാൾ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് പിന്നാലെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഓരോ വാക്കും സൂക്ഷിച്ച് പ്രയോഗിക്കണം. പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾക്ക് ജനം മറുപടി നൽകും എന്നാണ് BJPയുടെ വാദം. രാംമോഹൻ നായിഡുവും വിമർശനവുമായി രംഗത്ത് ഇറങ്ങി. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ ഇന്ന് ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത് തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ വിപ്ലവകരമായ മാറ്റമാണ്. മറ്റ് രാജ്യങ്ങളിൽ പോയി ഇത്തരം പരാമർശങ്ങൾ നടത്താൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിയുന്നു? ഇത് രാജ്യത്തെ അവമാനിക്കലാണെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ IT സെൽ, BJPയുടെ IT സെൽ രാഹുൽ ഗാന്ധി ചൈനയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങി ഇന്ത്യയെ റെഡിയാക്കാൻ എന്നാണ് പ്രചരണം നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ തോതിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ പലരും വിശകലനാത്മകമായി പരിശോധിക്കുന്നുണ്ട്. കണക്കുകൾ എടുത്ത് തന്നെ അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം ചൈനയെ പുകഴ്ത്തലല്ല, പക്ഷേ ചൈന ഇങ്ങനൊരു ലോക യാഥാർത്ഥ്യത്തിൽ നിൽക്കുകയാണ്. ഉൽപ്പാദനപരമായ മുന്നേറ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഗുണപരമായ ഒരു ചർച്ചയ്ക്കാണ് രാഹുൽ ഗാന്ധി തുടക്കമിട്ടത്. മാധ്യമപ്രവർത്തകൻ T. അരുൺകുമാർ ഈ സംബന്ധിച്ച ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി വയ്ക്കുകയാണ്. എൻഡ് ഓഫ് ദി ഡേ ചൈന എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് പൊതുവായി ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ചൈനയുടെ GDP $14.3 ട്രില്യൺ. ഇത് ഇന്ത്യയുടെ $2.7 ട്രില്യൺ 5 ഇരട്ടിയാണ്. പക്ഷേ ചൈനയുടെ GDP വളർച്ചാ നിരക്ക് മന്ദഗതിയിലാണ്. അത് ഓൾറെഡി എക്സ്പാൻഡഡ് ആയ ഒരു എക്കണോമിയുടെ സ്വഭാവമാണ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് ചൈനയെ ഒരു സമയത്ത് പാസ് ചെയ്തിരുന്നു. 2, ആഗോള വ്യാപാരത്തിൽ ചൈന 12.4% വിഹിതവുമായി ആധിപത്യം പുലർത്തുമ്പോൾ ഇന്ത്യ 2.1% പിന്നിലാണ്. 3, ആഗോള ഇന്നൊവേഷൻ സൂചികയിൽ ചൈന 14-ാം സ്ഥാനത്താണ്. അതേസമയം ഇന്ത്യ 48-ാം സ്ഥാനത്താണ്. ചൈന അതിൻ്റെ GDPയുടെ 2.2% R&Dയിൽ നിക്ഷേപിക്കുന്നു. ഇന്ത്യയുടേത് 0.6% കുറവാണ്. 4, ടെലികോം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ചൈന മുന്നിലാണ്. റിന്യൂവബിൾ എനർജി മേഖലയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ നിക്ഷേപം ചൈനയുടേതാണ്. 5, അടിസ്ഥാന സൗകര്യ വികസനമാണ് ചൈന മികവ് പുലർത്തുന്ന മറ്റൊരു മേഖല. ചൈനയുടെ യാത്രാമാർഗങ്ങൾ, തുറമുഖങ്ങൾ, ഷിപ്പിംഗ് വ്യവസായം ആഗോളതലത്തിൽ ഇങ്ങനെ എല്ലാ മേഖലയിലും മുന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യ ഈ മേഖലയിൽ 12-ാം സ്ഥാനത്താണ്. 7, ചൈനയുടെ സാക്ഷരതാ നിരക്ക് 97%. ഇന്ത്യയുടെ ഇത് 77%. ചൈനയിലെ ഉന്നത വിദ്യാഭ്യാസ പ്രവേശന നിരക്ക് 43%. ഇന്ത്യയുടേത് 26%. 8, ആഗോളതലത്തിൽ വിപുലമായ നയതന്ത്ര ശൃംഖലയിലൂടെ ചൈന ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. നയതന്ത്ര ശ്രമങ്ങൾ വിപുലീകരിക്കുമ്പോഴും ഇന്ത്യക്ക് സ്വാധീനം പരിമിതമാണ്. ശ്രീലങ്ക, മ്യാൻമാർ, നേപ്പാൾ, ബംഗ്ലാദേശ്, മാലിദ്വീപുകൾ എന്നീ പരമ്പരാഗത അയൽരാജ്യങ്ങൾ പോലും പ്രോ ചൈനീസ് നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞു. പാകിസ്ഥാൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ചൈനീസ് BR ഇനീഷ്യേറ്റീവിൻ്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ പാകിസ്ഥാനാണ്. 9, IT വ്യവസായം, ഫാർമസ്യൂട്ടിക്കൽ മേഖല, ജനാധിപത്യം എന്നിവയിൽ ഇന്ത്യക്ക് ശക്തിയുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്ര സ്ഥാനം മറ്റൊരു ആനുകൂല്യമാണ്. 10, സൈനികമായ തുലനം നടത്തേണ്ട കാര്യമില്ല. ചൈന ലോകത്തെ 2ാമത്തെ സൈനിക ശക്തിയാണ്. നിലവിൽ US വിരുദ്ധ ചേരിയെ
യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ നയിക്കുന്നത് ചൈനയാണ്. ലഡാക്കിൽ വ്യാപകമായ കടന്നുകയറ്റമാണ് ചൈന നടത്തുന്നത്. അതാണ് രാഹുൽ ആദ്യം പറഞ്ഞത്. ചുരുക്കത്തിൽ ചൈന നമുക്ക് ഭീഷണിയാണെങ്കിൽ ആദ്യം നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അതിലേക്ക് വെളിച്ചം വീശുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. അത് ശത്രുവിൻ്റെ വലിപ്പവും ശക്തിയും തിരിച്ചറിയുക എന്നതാണ്. ചൈന എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ചൈനയെ പ്രതിരോധിക്കാനാവും. ചൈനയുമായുള്ള കുറവുകൾ നികത്താൻ ഇന്ത്യ വിദ്യാഭ്യാസം, ഗവേഷണ വികസന നിക്ഷേപങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, നവീകരണം, ഡിജിറ്റലൈസേഷൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആഗോള ബന്ധങ്ങൾ ദൃഢമാക്കണം. ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് പ്രാഥമികമായി തന്നെ ഊന്നൽ നൽകണം. അത് ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്നവരാണ്. അല്ലാതെ രാഹുൽ ഗാന്ധി ചൈനയെ പുകഴ്ത്തി എന്ന് കരയുന്നതിൽ എന്തർത്ഥം? ആരെങ്കിലും ഇകഴ്ത്തുന്നതോ പുകഴ്ത്തുന്നതോ വസ്തുതകളെ അങ്ങനെ അല്ലാതാക്കുന്നില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം എന്നാണ് ടി അരുൺകുമാർ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തിനകത്തെ, വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിനകത്തെ ഈ പരാമർശം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് ഇട നൽകുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഭരണകൂടത്തിന് ഒരു പുനഃപരിശോധനയ്ക്കുള്ള അവസരം കൂടിയായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് നയിക്കുന്ന ചിന്തകൾ ഉണ്ടാകട്ടെ. ഉണ്ടാവുന്നു വലിയ പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. ചിന്തകൾ ഉണ്ടാകട്ടെ. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.